ഗുരുവായൂർ അമ്പലനടയിൽ 354ഓളം വിവാഹങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഓരോ വിവാഹങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഇടവേളകളിൽ 6 മണ്ഡപങ്ങളിലായാണ് വിവാഹങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും എടുത്തിരിക്കുന്നതും. കാരണം ഈ സാധാരണഗതിയിൽ ഈ നടപ്പന്തലിൽ നിൽക്കുക എന്ന് പറയുന്നത്, ഈ വിവാഹങ്ങളുള്ള ദിവസങ്ങളിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അത്രത്തോളം ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കൃത്യമായ ആളുകളുടെ എണ്ണം ക്രമീകരിച്ചുകൊണ്ട് 6 മണ്ഡപങ്ങളിലായി വിവാഹങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഓരോ വിവാഹ പാർട്ടിയുടെയും കൂടെ 20ഓളം പേർക്ക് മാത്രമാണ് ഈ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാനായുള്ള ഒരു അവസരമുള്ളൂ. ബാക്കിയുള്ളവരെ എല്ലാം തന്നെ പ്രത്യേകം ബാരിക്കേഡുകൾ വെച്ച് മാറ്റി ഈ ഭാഗത്തേക്ക്, ഈ കിഴക്കേ നടപ്പന്തലിലേക്ക് എത്താത്ത രീതിക്ക് തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ദർശനത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വിധം തന്നെയാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ എല്ലാം തന്നെ ആളുകൾ നിരവധിയായി നിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ പലരുടെയും ഈ വിവാഹം കഴിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ ബന്ധുക്കളും മറ്റുമാണ്. എന്തായാലും അവർക്കെല്ലാം തന്നെ അകലെ നിന്നായാലും വിവാഹം കൃത്യമായി കാണുന്നതിന് വേണ്ടി, അതായത് സാധാരണഗതിയിൽ ഇവിടെയെല്ലാം ആളുകൾ നിറയുകയാണെങ്കിൽ അകലെ നിന്ന് കാണാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതിനെല്ലാം തന്നെ ഒരു പരിഹാരം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. മണ്ഡപങ്ങൾ എക്സ്ട്രാ ഇട്ടതിൻ്റെ ഒരു ഗുണം കിട്ടി. രാവിലെ 1 മണിക്കൂർ നേരത്തെ കല്യാണം 5 മണിക്കുള്ള 4 മണിക്ക് തന്നെ ആരംഭിക്കാനും കൂടി സാധിച്ചു. അതുകൊണ്ട് 150 മുകളിൽ കല്യാണം ഇതിനകം തന്നെ കഴിഞ്ഞു. ഇപ്പോൾ മണ്ഡപങ്ങൾ പലതിലും ഇപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട്, വധൂവരന്മാർ എത്താത്തതുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. എത്രയും പ്രതീക്ഷയില്ല, അതൊരു റെക്കോർഡാണ് പറയുന്നത്. സുഖമായിരുന്നു, വലിയ വിചാരിച്ച പോലുള്ള തിരക്കൊന്നും. ഇന്നിപ്പോൾ ചിങ്ങമാസത്തിലെ അവസാനത്തെ ഏറ്റവും ശുഭമുഹൂർത്തം എന്നുള്ള രീതിക്കാണ് ഇത്രയധികം വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നത്. ജ്യോത്സ്യന്മാർ പറഞ്ഞ പ്രകാരമുള്ള നല്ല മുഹൂർത്തമാണെന്ന്. സെപ്റ്റംബർ 8 ഇന്നേ വരെ ഗുരുവായൂരിൽ നടക്കാത്ത വിവാഹം 277 ആയിരുന്നു. ഇന്ന് 353 വിവാഹം. അതും ദേവസ്വം ബോർഡ് നല്ല രീതിയിലുള്ള സഹകരണം എല്ലാം കൊണ്ടും ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും കല്യാണം ഇത്രയും സ്പീഡായിട്ട് ഇപ്പോൾ 184 കല്യാണം കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും ഈ ലെവലിലാണെങ്കിൽ 1000 കല്യാണമാണെങ്കിൽ ദേവസ്വം ബോർഡിന് സുഖമായി നടത്താം. പുലർച്ചെ 4 മണി മുതൽ തന്നെ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ച്, സാധാരണഗതിയിൽ 5 മണിക്കാണ് വിവാഹങ്ങളെല്ലാം തന്നെ ആരംഭിക്കാറുള്ളത്. ഇന്ന് ഈ തിരക്ക് മുൻനിർത്തിയാണ് ഇത്തരത്തിൽ 5 മണി മുതൽ തന്നെ വിവാഹങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം അല്ലെങ്കിൽ നട അടയ്ക്കുന്നത് വരെയാണ് പ്രധാനമായും ഈ വിവാഹങ്ങളെല്ലാം തന്നെ നടക്കാറുള്ളത്. അതിന് മുൻപായി തന്നെ എല്ലാ വിവാഹങ്ങളും പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.